ഈ ഓണം എക്സാം അൾട്ടിമേറ്റ് സ്റ്റഡി പ്ലാൻ എന്നൊക്കെ കാണുമ്പം നമ്മുടെ +1 കൊമേഴ്സിലുള്ള മക്കളെല്ലാവരും തന്നെ ചിന്തിക്കുന്നുണ്ടാവും, അയ്യോ ഞങ്ങൾക്ക് ഓണം എക്സാമിനെ കുറിച്ച് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ അല്ലേ. നിങ്ങൾക്കിപ്പോൾ നിലവിൽ ഇതുവരെ ഓണം എക്സാമിൻ്റെ ഒരു ഒഫീഷ്യൽ നോട്ടീസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. കാരണം നിങ്ങളുടെ തന്നെ അഡ്മിഷനും അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതായതുകൊണ്ടും ക്ലാസ്സുകളൊക്കെ പ്രോപ്പറായിട്ട് നടത്താനൊരു സമയമൊന്നും കിട്ടാത്തതുകൊണ്ട് അല്ലേ. അപ്പോൾ അതിൽ തന്നെ എൻ്റെ കുട്ടികളെല്ലാവരും ഇപ്പോൾ ഉണ്ടാവുന്നത് ഒന്നും പഠിച്ചില്ല എന്ന് പറയുന്ന ഒരു മെജോറിറ്റി ആൾക്കാരായിരിക്കും ഉണ്ടാവുക. അതിൽ കുറച്ച് ആൾക്കാർ ചിലപ്പോൾ കുറച്ച് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളൊരു അവസ്ഥയിലുണ്ടാവും. കാരണം നമ്മുടെ ജ്വാല ബാച്ച് നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ള മക്കളാണെങ്കിൽ കുറച്ച് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളൊരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. ബാക്കിയുള്ള മെജോറിറ്റി ആൾക്കാരും ചിലപ്പോൾ ഒന്നും പഠിച്ചില്ല. പ്രത്യേകിച്ച് നമുക്കൊരു എക്സാം പ്രഷറൊന്നും വന്നില്ലല്ലോ. മറ്റേത് നമ്മുടെ ബാക്കിയുള്ള ക്ലാസ്സുകളിലൊക്കെ ആണെങ്കിൽ ഓണം എക്സാം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഓണം എക്സാമിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അഡ്മിഷനൊക്കെ നടന്ന ക്ലാസ്സുകളൊക്കെ ഒന്ന് പ്രോപ്പറായി വരുന്നേ ഉള്ളൂ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് +1 എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു സെറ്റ് ഓഫ് ചാപ്റ്റേഴ്സ് ഉണ്ട്, സെക്കൻഡ് ടേമിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു സെറ്റ് ഓഫ് ചാപ്റ്റേഴ്സ് ഉണ്ട്, തേർഡ് ടേമിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു സെറ്റ് ഓഫ് ചാപ്റ്റേഴ്സ് ഉണ്ട്. അതായത് നമുക്കൊരു സ്കീം ഓഫ് വർക്ക് പ്രകാരം ഇത്ര ചാപ്റ്റേഴ്സ് ഈ സമയങ്ങളിൽ തീർത്തിരിക്കണം. പക്ഷേ നിങ്ങളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സൊക്കെ ലേറ്റ് ആയതുകൊണ്ട് ടീച്ചേഴ്സിന് അതിന് സമയം കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ഓണം വെക്കേഷൻ കഴിഞ്ഞ് വരുന്നത് ഓഗസ്റ്റ് 31 പിന്നെ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഈ സമയം കൊണ്ട് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷനും ഫസ്റ്റ് ടേമിൻ്റെ അതായത് ഓണം എക്സാമിൻ്റെ പോർഷനും കൂട്ടി പഠിക്കേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഡിസംബർ 10 കൂടിയിട്ട് നിങ്ങളുടെ ക്രിസ്മസ് എക്സാം ഉണ്ടാവും. അപ്പോൾ ഈ 3 മാസം കൊണ്ട് ടീച്ചേഴ്സും തിരക്കിലായിരിക്കും. കാരണം ഈ പോർഷൻസ് തീർക്കണം. അപ്പോൾ നിങ്ങളാണ് ആക്ച്വലി അവിടെ ഓവർലോഡഡ് ആവാൻ വേണ്ടി പോകുന്നത്. കാരണം ടേം 1ൻ്റെയും ടേം 2ൻ്റെയും പോർഷൻസ് ആണ് നിങ്ങൾ ഒരുമിച്ച് പഠിക്കാൻ പോകുന്നത് അല്ലേ. നമുക്ക് ഓണം എക്സാം ഏകദേശം ഉണ്ടാവില്ല എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെയാണ് മക്കളെ നിങ്ങളുടെ ടേം 1ൻ്റെ പോർഷൻസ്. അപ്പോൾ ഈ പോർഷൻസ് നിങ്ങൾ ചിലപ്പോൾ സ്കൂളിൽ പകുതി എടുത്തിട്ടുണ്ടാവുള്ളൂ, നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ പഠിച്ചു തീർക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കും എൻ്റെ കുട്ടികൾ ഉണ്ടാവുക. അപ്പോൾ മിസ്സ് നിങ്ങളോട് പറയണത് ടീച്ചേഴ്സിന് എന്തായാലും ആ പോർഷൻസ് തീർത്തേ പറ്റൂ, നിങ്ങൾ എന്തായാലും ആ പോർഷൻസ് പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കളയുന്ന ഇപ്പോൾ ഇനി ഒരു വീക്ക് ഉണ്ട്, ഓണം എക്സാം വീക്കായിരിക്കും, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ക്ലാസ്സും കാര്യങ്ങളൊന്നും നടക്കുന്നുണ്ടാവില്ല. ചില സ്കൂളുകളിൽ ക്ലാസ്സൊക്കെ നടക്കുന്നുണ്ടാകും. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 10 ദിവസം വെക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം കഴിഞ്ഞ് എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ ഓവർലോഡഡ് ആയിപ്പോവും. നിങ്ങൾ തന്നെ അയ്യോ ഇത്രയും കടുപ്പമാണോ +1 എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചു. ഓക്കെ, അപ്പോൾ അതിനൊന്നും വരുത്താതെ എൻ്റെ കുട്ടിയൊക്കെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ സമയമുണ്ട്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയ സമയമാണ്. നമ്മുടെ ബാച്ചിൽ ഇപ്പോൾ ഫ്രീഡം ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. 10% ഡിസ്കൗണ്ടിൽ ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ടോപ്പിക് വൈസ് ക്ലാസ്സും നോട്ടും PYQസും റിവിഷനും ഡൗട്ട് സോൾവിങ് ലൈവ് സെഷൻസും ചാപ്റ്റർ വൈസ് എക്സാമും ഫുൾ ബുക്ക് സെറ്റ് അടക്കം എൻ്റെ കുട്ടികൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇനി ഇതൊന്നുമില്ലാതെ നമ്മൾ ലേറ്റ് ആക്കി കഴിഞ്ഞാൽ ഓവർലോഡഡ് ആയിട്ട് നിങ്ങൾ പിന്നീട് പഠിക്കേണ്ടി വരും. അപ്പോൾ ഏതാണ് ബെസ്റ്റ് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ ഓവർലോഡഡ് ആയിട്ട് ഒന്നും താങ്ങാൻ പറ്റാത്ത രീതിയിൽ പഠിക്കുന്നതാണോ അത് റിലാക്സ്ഡ് ആയിട്ട് സ്റ്റാർട്ടിങ് മുതലേ പഠിക്കുന്നതാണോ നല്ലത് എന്നുള്ളത് നോക്കുക. നല്ലപോലെ ചിന്തിച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് മുതലേ പഠിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. അത് തന്നെ മിസ് ഇപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറയുന്നതല്ലേ എന്ന് എൻ്റെ കുട്ടിക്ക് തോന്നണ്ട. ഈ ജ്വാല ബാച്ചിൽ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ പഠിക്കണം. നിങ്ങളുടെ പോർഷൻസ് ഇതാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ മിസ് ഈ പോർഷൻസ് മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. അതായത് യെസ് ഈ പോർഷൻസ് മാത്രമേ മിസ് വെച്ചിട്ടുള്ളൂ. ഇതേപോലെ തന്നെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതിൻ്റെ പോർഷൻസൊക്കെ നോട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഓൾറെഡി സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ട്യൂഷനൊക്കെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. പക്ഷേ മക്കളെ നേരത്തെ പഠിക്കാം. ഇനി എക്സാമിനറിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ ജ്വാല ബാച്ചിൽ ഓഫറോട് കൂടി ജോയിൻ ചെയ്യാം. ഈ പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് കിട്ടുന്നുണ്ടാവും. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് അയക്കാം. ലേറ്റ് ആവാതിരിക്കുക. കാരണം നമ്മുടെ കയ്യിൽ സമയമില്ല. നിങ്ങളുടെ കുറ്റം കൊണ്ടല്ലാതെ തന്നെ നിങ്ങൾക്ക് ഒത്തിരി സമയം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി നമ്മുടെ കാര്യം കൊണ്ട് കൂടെ ടൈം വെറുതെ നഷ്ടപ്പെടുത്തണോ? ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ ജോയിൻ ചെയ്യുക, പഠിക്കുക. അല്ലാതെ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ വെരി ഗുഡ്. എന്തായാലും സമയം നഷ്ടപ്പെടുത്താതിരിക്കുക. റെഡി?